This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. ഇന്നെ ത്രിസംഖ്യ നിശയ്ക്കായി വഴിമാറുന്നത് ഗീതാ നെന്മിനിയുടെ പരിണിതി എന്ന കഥാസമാഹാരത്തിന്റെ അക്ഷരമുട്ടുകൾ വിരിയുന്ന മനോഹരമായ നിശയിലേക്കാണ് ഏവരെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ക്ഷണിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കേരളത്തിൽ ആദ്യമായി സാഹിത്യ അക്കാദമിയുടെ ചെറുകഥയിലും നോവലിലും അവാർഡ് വാങ്ങി, നോവൽ, ചെറുകഥ, പത്രാധിപർ എന്നീ നിലകളിൽ വിളങ്ങി നിൽക്കുന്ന ബഹുമുഖ പ്രതിഭയായ ശ്രീ സുഭാഷ് ചന്ദ്രൻ സാർ. നല്ലൊരു കയ്യടി. ക്ഷണിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഇവിടെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആ വാഗ്ധോരണി കേൾക്കാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേരുന്ന നിരവധി ആളുകൾ. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ വരുന്നവർ മുന്നിലോ നീ ഉണ്ടെന്നാകിൽ എന്തെനിക്ക് അസാധ്യം, മഹാമേരു മൺപുറ്റാകും, മൃത്യുമിത്രമാകും, ആൾക്കടൽ പാഴ്ക്കുഴിയായി മാറും, തീനിലാവുമാകും, വരികയായി ഞാൻ നിന്നോട് മുന്നിൽ, നിന്നോട് പിന്നിൽ, നീ ഗമിക്ക് മുന്നിൽ. ക്ഷണിക്കുന്നു ശ്രീ PK അനിൽകുമാർ സാർ. ലളിത മനോഹര പദഭംഗികളാൽ തന്റെ അക്ഷരങ്ങളെ മികവുറ്റതാക്കി മാറ്റി ഇന്ന് മൂന്നാം വട്ടവും നമുക്ക് വേണ്ടി അക്ഷരങ്ങളുടെ വിരുന്നൊരുക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി ഗീതാ നെന്മിനി. ഒപ്പം ഈ ഒരു പുസ്തകോത്സവത്തിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന, നമ്മെ എഴുത്തിലൂടെ മത്ത് പിടിപ്പിച്ച, ഇനി സ്വന്തം തേടി വരുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി ഗീതാ മോഹൻ. കൂട്ടത്തിൽ നമുക്ക് ഏറെ പ്രിയങ്കരിയായ, ഞാൻ ഏറെ ഇഷ്ടത്തോടെ വിളിക്കുന്ന, നിങ്ങളും വിളിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മു എന്ന ജയശ്രീ. പ്രിയപ്പെട്ട, ഏതൊരു പുസ്തകത്തെക്കാൾ കൂടുതലായിട്ട് ഉത്തമ കുടുംബി എന്ന് നാം പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് പുറകിലും ഗീതാ നെന്മിനിയുടെ പ്രിയപ്പെട്ട പതി ശ്രീ ശ്രീകുമാർ സാർ. കയ്യടിക്ക് കുറവൊന്നും വേണ്ട, അസൂയില്ലാത്തൊരു മാത്രം കയ്യടിക്കാറുള്ളൂ. ഇനിയിപ്പോ എല്ലാവരും അടിച്ചോളൂ. കൂട്ടത്തിൽ അച്ഛമ്മയുടെ എഴുത്ത് ഏറെ ഇഷ്ടത്തോടെ കാണുന്ന, അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ സർഗകലകളുടെ പോഷണത്തിനും പ്രചരണത്തിനുമായി മുന്നോട്ട് നയിക്കാൻ വരുന്ന ഇളം തലമുറയിലെ തമ്പുരാൻ ആര്യൻ നെന്മിനി. ഇനി നാം തുടങ്ങുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏവർക്കും, ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം. പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ് നടക്കുകയാണ്. പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ സുഭാഷ് ചന്ദ്രൻ സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ശ്രീകുമാർ സാറിനെയും ക്ഷണിക്കുന്നു. ഇനി
ഇവിടെ കൂടിയിരിക്കുന്ന പലരും നേരത്തെ ഞങ്ങൾക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു വന്നിട്ട് പേര് സുഭാഷ് ചന്ദ്രൻ സാറിന്റെ വാക്കുകൾ കേൾക്കാനാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറെ അഭിമാനം ഗീതാനന്ദനിയുടെ ഈ പുസ്തക പ്രകാശനത്തിൽ അദ്ദേഹത്തിന്റെ ആ നല്ല വാക്കുകൾ കേൾക്കാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും മുന്നിൽ ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ധാരാളം പേർക്ക് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കില്ല എന്ന് ആദ്യം ഓർക്കുകയാണ്. ഷാർജ അന്താരാഷ്ട്ര ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വരുവാൻ ശ്രീമതി ഗീതയുടെ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള സന്തോഷം നിങ്ങളെ ആദ്യം അറിയിക്കണം. ഗീത 2 പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഒരു 2 കഥാ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം പരിണിതി എന്ന് പറയുന്ന 3ാമത്തെ പുസ്തകം നോവലായിട്ടാണ് അവർ സങ്കല്പിച്ചതും സാഫല്യമായിച്ചതും എന്ന് വിചാരിക്കും. ഞാനത് ഒറ്റയിരിക്കുക തന്നെ അത് വായിക്കാൻ എനിക്ക് സാധിച്ചു. അതാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വായനയിൽ നിന്നും അക്ഷരത്തിൽ നിന്നും തന്നെ നമ്മളെ അകറ്റുന്ന ഒരു കാലമാണ്. നമ്മുടെ പ്രദേശത്തോടെ പറഞ്ഞു കേട്ടിട്ടുള്ള നല്ല പുസ്തകങ്ങൾക്ക് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ എടുക്കുമ്പോൾ ഇതാതെ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പണ്ട് യേശുക്രിസ്തു പറഞ്ഞ പോലെ ഈ പുസ്തകത്തെ നമ്മൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചില പുസ്തകങ്ങൾ നമുക്കങ്ങനെ വായനയെ പറ്റിയുള്ള അമിതമായ ഭാരങ്ങൾ, പ്രതീക്ഷയുടെ ഭാരങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് ഒറ്റയിരിപ്പിൽ തന്നെ വായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചെറിയ ദീർഘയാത്ര നടത്തിയപ്പോൾ കാറിലിരുന്ന് എൻ്റെ സുഹൃത്ത് അജിത്ത് ഓടിക്കുന്ന വണ്ടിയുടെ സൈഡിലിരുന്നത് ഞാൻ ഏതാണ്ട് ഒരു 45 മിനിറ്റോട് ഒറ്റയിരിപ്പിന് വായിച്ചത്. കാറിൻ്റെ വേഗത അറിയാതെ പോകുന്ന സ്ഥലങ്ങൾ ഷാർജയെ പോലെയുള്ള സുന്ദരമായ 2 വശത്തേക്ക് നോക്കിയാൽ കാണാൻ ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടും അതിലേക്ക് കണ്ണയക്കാതെ വായിച്ചു തീർക്കാൻ സാധിച്ച പുസ്തകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെറുകഥയുടെ എഴുത്തിൽ, അതിൻ്റെ കരകൗശലത്തിൽ, ക്രാഫ്റ്റിൽ, ആശയാവിഷ്കാരത്തിലൊക്കെ നിപുണത കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ഏതൊരെഴുത്തുകാരൻ നമ്മൾ നോവലിലേക്ക് കൈവച്ചാൽ കൊള്ളാമെന്ന് തോന്നും. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ചെറുകഥ ഒരു വലുതായി വടവൃക്ഷമാകുന്ന പോലുള്ള പരിപാടിയല്ല നോവൽ. രണ്ടും തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. ലളിതഗാനം പാടുന്ന ഒരാൾക്ക് ഒരു കച്ചേരി നടത്താൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് പോലെയാണ്. അതിന് പ്രത്യേകമായ അഭ്യാസബലം വേണം, അനുഷ്ഠാന ശീലം വേണം, പരിശീലനം വേണം, ഒക്കെ വേണം നോവൽ എഴുതുന്നതിന്. അതിന് പ്രധാനപ്പെട്ട ഒരു പരിശീലനം എന്ന് പറയുന്നത് മികച്ച ലോകത്തിലെ മികച്ച നോവലുകൾ, നമ്മുടെ ഭാഷയിലെ മികച്ച സൃഷ്ടികളൊക്കെ വായിച്ചുണ്ടാകുന്ന ഒരു അനുശീലനത്തിൽ നിന്ന് നമുക്ക് കൈവരുന്ന ഒരു നമ്മുടെ സിദ്ധിയെ സാധനയിലൂടെ കൂടുതൽ തേച്ച് വിളക്കി മിനുക്കാൻ സാധിക്കുന്ന ഒന്നിലൂടെയാണ് ഇതിനെ അതിൻ്റെ സ്ഫുടം ചെയ്തെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ പുസ്തകം വായിക്കുമ്പോൾ ഗീത ധാരാളം പുസ്തകങ്ങളിലൂടെ വായിച്ചുണ്ടാക്കിയ നോവലുകളെ സംബന്ധിക്കുന്ന ഒരു അവബോധം അവരുടെ ആത്മാവിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നല്ല ഭാഷയിൽ വായനക്കാരെ ഇഷ്ടപ്പെടുന്ന മട്ടിൽ എഴുതി അവതരിപ്പിക്കുവാനുള്ള ഒരു തികഞ്ഞ ഏകാഗ്രതയോടുള്ള രചന നിർമ്മാണ കുശലത അവരുടെ വ്യക്തിത്വത്തിലും എഴുത്തിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിലത് വായിച്ചപ്പോൾ സന്തോഷമുണ്ടായി. കുറച്ചൊരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു നോവലാണ് ഗീത എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പുതിയ കാലത്തെ ഏതെങ്കിലും അത്തരം സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്ന ഒരാൾ വായിച്ചിട്ട് ഒരു നോവൽ സിനിമയൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ രസകരമായിട്ടുള്ള ഒന്നാണ്. അത് 2 കാലഘട്ടങ്ങളിലെ 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള വിചിത്രമായ രീതിയിൽ ഉള്ള ഒരു പ്രണയത്തിൻ്റെ കഥയാണ്. അതിൻ്റെ പരിണിതിയാണ്, അതിൻ്റെ പരിണാമമാണ് ഈ നോവലിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത്. ഹർഷൻ എന്ന് പറയുന്ന നമ്മുടെ കാലഘട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ, അവൻ പരമ്പരാഗതമായിട്ട് ശില്പനിർമ്മാണ വേലയിൽ കൃതഹസ്ഥനായിട്ടുള്ള ഒരാളാണ്. അച്ഛൻ ശില്പിയായിരുന്നു. അങ്ങനെ അവന് കിട്ടുന്ന ഒരു ശില്പത്തിൽ അത് പൂർത്തിയാക്കാൻ അവൻ അച്ഛനിൽ നിന്ന് കൈമാറി കിട്ടുന്ന അവസരം അവൻ ചെലവഴിക്കുന്ന സമയത്ത് ആ ശില്പത്തിന് ആധാരമായിട്ടുള്ള ശിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഗളന്മാരുടെ കാലത്ത് ഉണർത്യാഗം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ, സുന്ദരിയായ സ്ത്രീയുടെ ആത്മാഗുണൻ എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രമാണ്. നമ്മൾ മുഗളും ചരിത്രവും തപ്പിക്ക് അങ്ങനെ ഒരാളെ കാണാൻ പറ്റില്ല. പക്ഷെ അവരെ സങ്കല്പിക്കുന്നു.
സങ്കല്പമാണല്ലോ എഴുത്തുകാരുടെ ഒരു ജീവനാംശം എന്ന് പറയുന്നത്. മുഗൾ കാലത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു, ഇരിക്കാമായിരുന്നു. ആ കാലഘട്ടത്തിലെ ബാബറിൻ്റെയും ഹുമയൂണിൻ്റെയും അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും ഷാജഹാന്റെയും ഔറംഗസീബിന്റെയും അക്ബർ ഷായുടെയും ഒക്കെ തലമുറക്കാരനായിരുന്നേക്കാവുന്ന ഒരു ഗംഭീരനായിരുന്ന ഷഹൻഷാ. അവൻ എന്ന് പറഞ്ഞ ഷഹൻഷയ്ക്ക് ഗണിക കുലത്തിൽ ജനിച്ച ഭദ്ര എന്ന് വിളിക്കുന്ന ബാലഭദ്ര എന്നൊരു പെണ്ണില് അനുരക്തനാവുകയും അവരെ കേൾക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ആ കയ്പിനെ സഹിക്കാൻ സാധിക്കാതെ ആ സ്ത്രീ ഒരു കരിങ്കലിൽ തലയിടിച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇടിച്ച സമയത്ത് ആ കരിങ്കലിൽ ഒരു ആത്മാവ് പ്രവേശിക്കുകയും അതിനെ പിന്നെ പിൽക്കാലം നമ്മുടെ കാലത്തിലെ ഒരു ശില്പിയെ കണ്ടുകിട്ടുകയും അത് നമ്മുടെ സംഭാഷണമൊക്കെയാണ്. അതിങ്ങനെ പറഞ്ഞാൽ രസം പോകുന്ന ഗീത വളരെ നെറ്റി ചുരുക്കുന്നത് എനിക്ക് കാണാൻ പറയുന്നില്ല. ഇയാൾക്ക് പറഞ്ഞ് നശിപ്പിക്കും ഇങ്ങനെയൊന്നും ഞാൻ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ കഥ പറയാൻ അറിയില്ല എന്ന് കേട്ടാൽ എനിക്ക് സങ്കടം വലുതായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. രക്തം ചുരുക്കം ഇതാണ്. എന്നാൽ അത് ഒരുപാട് പഴയ കാലത്തിൻ്റെതായ കഥാപാത്രങ്ങളെ സങ്കല്പിക്കുവാനുള്ള ഒരു സങ്കല്പ നൈപുണി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പുള്ള സെഷനിൽ ഞാൻ ജ്ഞാനസ്നാനം എന്ന് പറയുന്നതിൻ്റെ കഥയുടെ ഒരു ചർച്ചയായി. അത് 1930 മഹാത്മാഗാന്ധി നടത്തിയ ദണ്ഡിയാത്രയുടെ കഥയാണ് നമ്മൾ കഥയാക്കി, ചരിത്രമാണ് കഥയാക്കി മാറ്റിയത്. അപ്പോൾ 1930 അത് ഏതാണ്ട് സമീപ ഭൂതകാലമാണ്, കുറച്ചു കാലം മുമ്പാണ്, ഏതാണ്ട് 100 വർഷം മുമ്പ്, 100 വർഷം എത്തിയിട്ടില്ല മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവമാണ്. അതിനെപ്പറ്റി നമുക്ക് തപ്പി പിടിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ചരിത്ര പുസ്തകങ്ങൾ കിട്ടും, ഇന്റർനെറ്റ് തപ്പി കിട്ടും. ആരൊക്കെയാണെന്ന് ദണ്ഡിയാത്രയിൽ പങ്കെടുത്തതെന്നുള്ളത് കിട്ടും, ദണ്ഡിയാത്രയുടെ റൂട്ട് മാപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ നിരവധിയായിട്ടുള്ള അതേപ്പറ്റി എഴുതിയ ധാരാളം പുസ്തകങ്ങൾ കിട്ടുന്നു. എന്നിട്ട് പോലും അങ്ങനെ 1930 നടന്ന ഒരു ചരിത്ര സംഭവത്തെ കഥയാക്കി പരിവർത്തിപ്പിക്കുവാൻ ഞാൻ പെട്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിലാണ് ഗീത നിർമ്മിതി. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു മുഗൾ ചക്രവർത്തിക്ക് ഒരു ഗണിക സ്ത്രീയോടുണ്ടായ അമിതമായിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞുള്ള കാമാസക്തിയാണ്. ആ കാമാസക്തിക്ക് വശകയാകാൻ നിൽക്കാതെ സ്വയം മൃത്യുവിൽ സമർപ്പിച്ച ഒരു സ്ത്രീക്ക് ഇക്കാലത്തെ ഹർഷൻ എന്ന് പറയുന്ന ശില്പിയുമായിട്ടുള്ള അതിവിചിത്രമായിട്ടുള്ള പ്രണയബന്ധത്തിന്റെ കഥ പറയുന്നത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പൊ അതിന്റെ പിന്നിൽ അവർക്ക് ഏകാഗ്ര മനസ്സായിട്ട് അതിൽ പണിയെടുക്കുവാനും ശില്പത്തികവോടെ ആ നോവലിനെ ബാലഭദ്ര എന്ന് പറയുന്ന സുന്ദരിയുടെ ശില്പം എങ്ങനെയാണോ പിൽക്കാല ശില്പികൾ കൊത്തിത്തീർത്തത്, അതുപോലെ ഭൂതകാലത്തിലെ ചരിത്രത്തിലെ ഒരു പ്രണയ കഥാ സന്ദർഭം എടുത്തിട്ട് ഭാഷയുടെ മൊഴി കൊണ്ട് അതിനെ ഭംഗിയാക്കി രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള അവരുടെ സ്ഥിതിയെ ഞാൻ മനസ്സുകൊണ്ട് മാനിക്കുന്നു, അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നു. അവരുടെ പുസ്തകം ഞാൻ വായിച്ചതിനേക്കാൾ കൂടുതൽ അവധാനതയോടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടി അവരോട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയില്ല. എത്ര വലിയ എഴുത്തുകാരും വായനക്കാരുടെ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ നല്ല ഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതെന്ന് അതിനേക്ക് ഒരുപാട് പുസ്തകം എഴുതിയിട്ടുള്ളതല്ലേ, അവരുടെ പറഞ്ഞില്ലെങ്കിൽ അവരുടെ സങ്കടമൊന്നും പറ്റില്ലതൊന്നും പറയാതിരിക്കും. അത് പാടില്ല, നിങ്ങൾ വായിച്ചിട്ട് ഞാനൊക്കെ അതിനെ കൊതിക്കുന്ന ആളാണ്. കാരണം ഈ സുഭാഷ് ചന്ദ്രനെ ആരും പ്രശംസിക്കാൻ ആരും എന്നോടൊന്നും പറയാറില്ല. അപ്പൊ ഞാൻ വഴിയെ പോകുന്ന ഓരോരുത്തരുടെ മുഖത്തോട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും. ചിലപ്പോൾ ഈ സ്ത്രീ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും നല്ല വാക്ക് പറയുമായിരിക്കും, പക്ഷെ എന്നെ മൈൻഡ് ചെയ്യില്ല. കാരണം ഇയാൾ അല്ലെങ്കിൽ നല്ല ജാടപോലുള്ള ഒരു മനുഷ്യൻ, അയാളെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് കേൾക്കും. പക്ഷെ ഇവർ വളരെ സുന്ദരി സുശീലമായിട്ട് കാണപ്പെടുന്ന ഒരാളാണ്. അവർക്ക് അത് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അവരുടെ സ്വതേ പ്രസന്നമായിട്ടുള്ള മുഖം കൂടുതൽ പ്രസന്നമാകും, അവരുടെ ഹൃദയം കൂടുതൽ സന്തോഷിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കുകയും 2 ചെറുകഥാ സമാഹാരം എന്നതുപോലെ ഈ നോവലിന് പിന്നാലെ 1, 2, 3, 4 നോവലുകൾ അവർക്ക് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ലളിതമായ ഇതിവൃത്തവും ലളിതമായിട്ടുള്ള അതിൻ്റെ ആഖ്യാന ശൈലിയും നിങ്ങൾക്ക് ലളിതമായിട്ട് വായനയെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇത്തരം ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് കൂടുതൽ പേര് വാങ്ങിച്ചു വായിക്കുവാൻ പ്രേരിപ്പിക്കാറുണ്ട്. അല്ലാതെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് പ്രശംസ ചെയ്തിട്ട് അതിൻ്റെ മടങ്ങിപ്പോകുക എന്നുള്ളതല്ല. ഇത് ഇവിടെ കിട്ടും. എഴുത്തുകാരി കൈരളി ബുക്സാണ് അതിൻ്റെ പ്രസാദകർ. എഴുത്തുകാരി നമ്മുടെ മുമ്പിലേ ഉണ്ട്.
അവരുടെ കയ്യപ്പോട് കൂടി ആ പുസ്തകങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും, അത് വായിക്കാൻ സാധിക്കും. അവരുടെ നമ്പറോ അവരുടെ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ എന്താണെന്ന് അവരുടെ അഭിനന്ദനം വിളിച്ചോ നേരിട്ടോ അറിയിക്കാൻ സാധിക്കും. അതൊക്കെയാണ് ഈ സന്ധിയുടെ ഒരു സന്തോഷമുള്ളത്. നമ്മളിങ്ങനെ ഒത്തുകൂടി ജീവിച്ച് മരിച്ചു പോകുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചില അഭിനന്ദനങ്ങൾ, നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്നുള്ളതാണ് പഴയ കാലത്ത് ഞാൻ പഠിച്ചൊരു പ്രാർത്ഥനാ ഗീതത്തിലെ ഏറ്റവും വലിയ പോണ്ടിലുള്ള വരി. നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകുമെന്ന് വെച്ചാൽ അത് വെറും പ്രാണിയായിട്ടുള്ള ഒരു മനുഷ്യനാക്കുന്ന ഒരു വലിയ ശക്തിയുടെ പേരാണ് ത്രാണി എന്ന് പറയുന്നത്. നിന്റെ സംസാരം നന്നായിരുന്നു, നിന്റെ പുസ്തകം നന്നായിരുന്നു, നിന്റെ പാട്ട് നന്നായിരുന്നു, നിന്റെ സ്വഭാവം നന്നായിരുന്നു എന്ന് പറയുവാൻ ഉദ്യമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു കറുത്ത ബലം നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. നമ്മൾ മലയാളി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാര്യം നല്ല വാക്ക് ഓതാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിലെ ആദരാഞ്ജലി എന്നൊരു പദം വന്നത്. ആദരാഞ്ജലി എന്ന് വെച്ചാൽ ആദരവോടെയുള്ള കൈകൂപ്പൽ എന്നാണ് അർത്ഥം സംസ്കൃതത്തില്. ഇതാണ് ആദരാഞ്ജലി. ആദരവോടെയുള്ള കൈകൂപ്പലാണ് ആദരാഞ്ജലി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അത് മലയാളത്തിൻ്റെ ഒരു മരണാന്തര ചടങ്ങായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ഓർക്കുക. ആദരാഞ്ജലി വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നീട് ശവം കിടപ്പെടുന്നത് ഉറപ്പാണ്. കാരണം മരിച്ചതിന് ശേഷം നമുക്ക് ആദരവോടെ കൈകൂപ്പാൻ മടിയൊന്നുമില്ല. കാരണം അവൻ അറിയില്ലല്ലോ, അവൻ സന്തോഷിക്കില്ല. എൻ്റെ ഒരു കൈകൂപ്പൽ കൊണ്ട് അവനങ്ങനെ സന്തോഷിക്കാനും പോകുന്നത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഉടനെ അത് ചടങ്ങായിട്ട് മലയാളി അത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വിചിത്ര സ്വഭാവികളാണ് മലയാളികൾ. ഈ ശശി എന്ന് പറയുന്ന അതിഗംഭീരനായിട്ടുള്ള ഒരാൾ ശശി തരൂരായിലൂടെ ജനിച്ചിരിക്കുമ്പോൾ ഭാഷയിൽ ശശിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിപ്പിനാവുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഗോപി എന്ന് പറയുന്ന അതിഗംഭീരനായ ഒരു കഥകളി നടൻ, കലാമണ്ഡല ഗോപിയും കൊടിയേറ്റൻ ഗോപിയും ഒരേ സമയത്ത് കത്തി നിൽക്കുന്ന സമയത്ത് മലയാളി ആരെങ്കിലും പരിഹസിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വാക്കാണ് ഗോപിയാവുക. വേറൊരു ലോകത്തൊരു ഭാഷയിൽ അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം ഗോപി എന്ന് കേട്ടാൽ ആ വാക്ക് നിൽക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് കലാമണ്ഡലം ഗോപിയെയും ഭരത് ഗോപിയുമാണ് മലയാളി. അത്രയും ഗംഭീരന്മാരെ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മളതിന് ഒരു പരിഹാസ വാക്കായിട്ട് മാറ്റി. ശശി എന്നുള്ള വാക്കായിട്ട് നമുക്ക് ആദ്യം ഓർക്കേണ്ടത് ശശി തരൂർ ഗംഭീരനായ മനുഷ്യൻ നമ്മുടെ മലയാളിയുടെ അഭിമാനമായിട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശശിയാവുക എന്നുള്ളൊരു പരിഹാസ വാക്ക് ഉണ്ടാക്കുക. ശശി എന്നുള്ള പേരിടാൻ തന്നെ മറ്റുള്ളവർക്ക് നാണോ അതുകൊണ്ടായാലും പരിഹസിച്ച് ഇതാക്കും. അപ്പൊ ഇത് മലയാളിയുടെ സഹജമായ ശീലമാണ്. അപ്പൊ പക്ഷെ നമ്മുടെ ഒപ്പം ഉള്ള ഒരാൾ നല്ല കൃത്യം ചെയ്തിരിക്കുന്നു, ഒരു പുസ്തകം എഴുതിയിരിക്കുന്ന ചെറിയ കാര്യമല്ല. അതിന് ഇങ്ങനെ ഒരു ചടങ്ങിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് അവരെ അഭിനന്ദിക്കുന്നു, അവരെ ആശംസകൾ അറിയിക്കുന്നു. അവരുടെ പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ച് നല്ല വാക്ക് പറയുവാൻ കൂടി നിങ്ങൾക്ക് ഒരു നല്ല മനസ്സുണ്ടാകാൻ, നല്ല വാക്ക് ഓതുവാനുള്ള ത്രാണി നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം സന്ധ്യയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു പഴയ പ്രാർത്ഥനയായിട്ട് ഓർമ്മിച്ചതിന് നന്ദി അവരെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ കിട്ടും. ഒരുപാട് പേര് സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ചുരുക്കി സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അക്ഷരങ്ങൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ ചേർത്ത പദസമ്പത്തിന്റെ തമ്പുരാന് ഏറെ ഇഷ്ടത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. Hello dear friends. Yeah, I'm not taking your time because there are a lot of people to give a speech here. I thank all of you for attending this function, and I request all of you to give maximum support to my wife so that she becomes a very successful writer. Thank you and God bless you. Thank you, sir. വീണ്ടും വിശുദ്ധവും സത്യാത്മകവുമായ രചനകളിലൂടെ ലക്ഷ്യവേദിയായ ആശയങ്ങൾ സ്വന്തം വാക്കുകളെ പ്രചരിപ്പിച്ചുകൊണ്ട് സാമൂഹിക മാറ്റത്തിനുള്ള ഉപാധിയായി ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പദങ്ങളുടെ അനുക്രമമായ വിന്യാസം കൊണ്ട് ഭാവനാത്മകമായ ചിന്തകളാൽ അക്ഷര സമൃദ്ധികളിലൂടെ നമ്മിൽ വിപ്ലവത്തിന്റെ സംസ്കാര ചക്രവാളത്തെ ആഗ്രഹ സൗന്ദര്യം വഴിയൊഴുകുന്ന വാമൊഴികളിലൂടെ നമ്മെ എന്നും കോരിത്തരിപ്പിച്ച് ഉൾപ്പുളവിൽ കൊള്ളിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ PK സാർ. വേദിയിലും സദസ്സിലുമുള്ള ഹൃദയത്തിൻ്റെ ഭാഗമായവരെ, ഗീതാ നന്മിനിയുടെ പരിണതി ചരിത്രത്തെ വീണ്ടെടുക്കുന്ന ഒരു നോവലാണ്. ചരിത്രത്തെക്കുറിച്ച് EH കാർ പറഞ്ഞ ഒരു നിരീക്ഷണമുണ്ട്. ചരിത്രം എന്നത് ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള ചർച്ചയാണ്. അങ്ങനെ രണ്ട് കാലങ്ങളെ ഒരു പ്രണയത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഈ ചരിത്ര നോവൽ പ്രകാശനം ചെയ്തത് ചരിത്രത്തെ വീണ്ടെടുത്ത ഒരാൾ കൂടിയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചരിത്രം എന്നത് ആണുങ്ങളുടെയും
അധികാരത്തിന്റെയും കഥയാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. വാൾട്ടർ ബെഞ്ചമിൻ ചരിത്രത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ചരിത്രം എന്നത് ഭൂതകാലത്തിന്റെ കണക്കെടുപ്പല്ല, ആപത്തിന്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഒരു ഓർമ്മയെ എത്തിപ്പിടിക്കലാണ്. അത്തരമൊരു ഓർമ്മയുടെ പേരാണ് ഗാന്ധിജി. അത്തരമൊരു ഓർമ്മയായ, ഇന്ത്യയിൽ നിന്ന് എത്തിപ്പിടിക്കേണ്ട വിലപ്പെട്ട, മഹനീയമായ, ധന്യമായ ഒരു ഓർമ്മയായ ഗാന്ധിജിയെ ജ്ഞാനസ്നാനത്തിലൂടെ വീണ്ടെടുത്ത ഭാഷയുടെ പുതുതച്ഛൻ സുഭാഷ് ചന്ദ്രൻ ഈ ചരിത്ര നോവൽ പ്രകാശനം ചെയ്യുന്നത് ചരിത്രത്തിന്റെ, കാലത്തിന്റെ തന്നെ ഒരു നീതിയാണ്. അത് ഗീതാ നെന്മിനിയുടെയും നമ്മുടെയും ഒരു സുഹൃതവും കൂടിയാണ്. ഞാൻ പരിണതി ഒരു ചരിത്ര നോവലാണെന്ന് പറഞ്ഞതിൽ ആ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ദർശനം നോവലാന്ത്യത്തിലെ ഈ വാക്കുകളാണ്. ഗീതാ നെന്മിനി എഴുതുന്നു, ചരിത്രം തിരയേണ്ടത് മണ്ണിലല്ല, മനസ്സുകളിലല്ല. എന്നാൽ ചരിത്രം തിരയേണ്ടത് മണ്ണിലല്ല, മനസ്സുകളിലാണ്. എന്നാൽ ആ മനസ്സുകൾ കാണാൻ ഉൾക്കണ്ണു വേണം. മനുഷ്യവംശത്തിനില്ലാതെ പോയതും അത് തന്നെയാണ് എന്നാണ് ഈ നോവൽ ആത്യന്തികമായി മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളിലൊന്ന്. മറ്റൊന്ന്, ആദരണീയനായ പ്രകാശകൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഭ്രമാത്മകമായ, വൈവിധ്യങ്ങളായ അടരുകളുള്ള ഒരു പ്രണയ കഥയാണ് പരിണതി എന്ന് പറഞ്ഞ നോവൽ. ഹർഷൻ എന്ന ശില്പിയും ബാലഭദ്രയും, അതിലുപരി സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ആത്മീയമായ, അത്രമേൽ തീവ്രമായ, അത്രമേൽ ആഴത്തിലുള്ള വിശുദ്ധമായ ഒരു പ്രണയത്തിന്റെ ഹൃദയം തൊടുന്ന ആഖ്യാനം കൂടിയാണ് പരിണതി. രണ്ടാമത്, പരിണതി ശക്തമായ ഒരു സ്ത്രീപക്ഷ നോവലാണ്. നിങ്ങൾ ഈ വാക്കുകളൊന്ന് കാതോർക്കൂ. ഗണികകളുടെ, ദേവദാസികളുടെ സ്ത്രീകളെന്നാൽ ഞാൻ മുൻപൊരു പറഞ്ഞതുപോലെ ചിത്രപ്പണികൾ ചെയ്ത മാംസക്കൂരകളാണെന്നും അവർ വെറും ഒരു ഭോഗ ഉപകരണമാണെന്നും കരുതുന്ന പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിൽ ഇതിൽ ഗീത എഴുതുന്നു, ഭദ്രേ, നീ കട്പുത്തലികളെ കണ്ടിട്ടില്ലേ? ചരട് വലിക്കുന്നതിനനുസരിച്ച ആടുന്ന നൂൽപ്പാവുകൾ. 19-ാം നൂറ്റാണ്ടിലാണ് ഇബ്സന്റെ പാവവീടിൽ, നാടകത്തിന്റെ പേര് പാവവീട്, നോറ എന്ന് പറഞ്ഞ നായിക വീടകത്തെ പുരുഷ കേന്ദ്രീകൃതമായ പീഡനങ്ങളിൽ മനംനൊന്ത് വീടിന്റെ വാതിൽ കൊട്ടിയടച്ച്, നോറ എന്ന് പറഞ്ഞ നായിക കൊട്ടിയടക്കുന്ന ആ ശബ്ദം യൂറോപ്പിലെമ്പാടും പ്രതിധ്വനിച്ചു എന്നാണ് നിരൂപകർ പറയുന്നത്. പിന്നെയാണ് നമ്മുടെ ആശ, നമ്മുടെ കുമാരനാശ, ചിന്താവിഷ്ടയായ സീത ചോദിക്കുന്നുണ്ട്, നിത്യവും നീ തിരുമുമ്പിൽ ഖിന്നയായി മരുപീടണമെന്ന് മന്നവൻ കരുതുന്നുവോ? ശരി, പാവേയോ ഇവൾ എന്ന്. അന്നും ഇന്നും വ്യവസ്ഥിതിയുടെ, പുരുഷ കേന്ദ്രീകരണത്തിന്റെ ഒരു ഉപകരണമായി, പാവയായി വർത്തിക്കുന്ന പെൺമയെ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ദേവദാസികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം ജനിച്ചവരാണ്, അവർക്ക് വികാരങ്ങൾ പാടില്ല എന്ന് പറയും. മറ്റൊന്ന്, ലിംഗനീതിയുടേതായ, സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെതായ ഒരു ദർശനം ഈ കൃതിയുടെ അന്തർധാരയാണ്. ഹർഷൻ എന്ന ശില്പി പറയുന്നുണ്ട്, കാറ്റുകളിലും ആണും പെണ്ണും ഉണ്ടെന്നത് അച്ഛൻ പറഞ്ഞത് ഓർത്തു. പ്രകൃതിക്കും പുരുഷനും തുല്യമായ സ്ഥാനം തന്നെ സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കൃതിക എന്ന് പറഞ്ഞ ഒരു ദേവദാസി ചോദിക്കുന്ന, ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ സ്ത്രീ വിമോചന രഥ്യങ്ങളിലേക്ക് മിഴി തുറക്കുന്ന ഒരു പറച്ചിൽ ഇതാണ്, എന്റെ ശരീരം എന്റെ അവകാശമാണ് എന്നാണ് കൃതിക എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നത്. ഞാൻ സമയം വൈകിയത് കൊണ്ട് അങ്ങനെ കൂടുതൽ പോകുന്നില്ല. ഇതിനകത്ത് ഈ സംഗീതം പൊഴിക്കുന്ന, ഹൃദയത്തെ ദ്രവീകരിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട്, വാഗ്മയ ദൃശ്യങ്ങൾ കൊണ്ടാണ് ഈ പ്രണയ ചരിത്ര ശില്പം ഗീതാ നെന്മിനി
തീർത്തിരിക്കുന്നത്. ഭോഗം, ലഹരി, അധികാരം, ഇവയുടെ എല്ലാം സങ്കലനം. അവിടെ ഇതാ ഒരു ഉദാഹരണം. ഋതുമതിയായ ബാലഭദ്രയെ ഗീതാ നെന്മിനി അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിലാവിന്റെ ഉടുപ്പണിഞ്ഞ യാമിനിയുടെ നെറ്റിയിൽ തീക്കട്ട പോലെയുള്ള ചെന്താരകം ജ്വലിക്കുന്നു. ബാലഭദ്ര ഋതുമതിയായിരിക്കുന്നു. എന്ത് അചുംബിതമായ ഒരു കൽപ്പനയാണ്. അതുപോലെ തന്നെ സങ്കീർണങ്ങളായ മനുഷ്യബന്ധങ്ങളുടെ അടരുകൾ. ഒരു ഉദാഹരണം: മാതാവ്, പിതാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ മമത ഉണ്ടാവണമെന്നില്ല. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ചേർത്തു നിർത്തുമ്പോഴാണ് ആ സ്നേഹം ജീവകോശങ്ങളിൽ നിറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മലയാള നോവൽ സാഹിത്യത്തിലെ കരുത്തുറ്റ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൂടി ഈ എഴുത്തുകാരി തരുന്നുണ്ട്. റാണി ഭാമിനി ഉത്തമയായ പത്നിയല്ല, കാമുകിയല്ല, അമ്മ തീരെയല്ല. അവർ അവരെ മാത്രം സ്നേഹിച്ചിരുന്ന സ്വാർത്ഥമതിയായ സ്ത്രീയാണ്. മഹാറാണി പട്ടത്തിന് വേണ്ടി പ്രണയം ബലി കൊടുത്തവൾ തുടങ്ങിയ വാക്കുകൾ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, പ്രകാശം പൊഴിക്കുന്ന, സംഗീതം പൊഴിക്കുന്ന, ഹൃദയത്തെ ശുദ്ധിക്കുന്ന അനുപമമായ ഒരു ആഖ്യാന ശൈലിയിലാണ് ഗീതാ നെന്മിനി പരിണതി തീർത്തിരിക്കുന്നത്. ആദരണീയനായ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ ദൃശ്യങ്ങളുടെ ശാന്തല ഭൂമികളിലേക്കുള്ള ക്യാമറ ഈ നോവൽ തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭ്രപാളി ഉടൻ തന്നെ ഇതൊരു ചലച്ചിത്രമാകുവാനുള്ള നിയോഗം കൂടി ഈ കൃതിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നന്ദി. വാക്കുകളാൽ പൂത്തുലഞ്ഞ പ്രിയപ്പെട്ട ശ്രീ പി കെ സാറിന് വീണ്ടും കുറച്ച് സമയം വൈകിയെന്നറിയാം. പക്ഷേ തീർച്ചയായിട്ടും 2 വാക്ക് ഗീതയ്ക്ക് വേണ്ടി ഗീത പറയുന്നതാണ്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഗീതയുടെ 3ാമത്തെ പുസ്തകമാണിത്. വളരെ സന്തോഷമൊക്കെ ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ, പിന്നെ ഗീതയുടെ പ്രിയപ്പെട്ട ഉണ്ണേട്ടൻ, അമ്മു, പിന്നെ അനില്, ചെറിയ മോൻ, വിശദമായിട്ട് പറഞ്ഞാൽ ഇവർ ഓടിക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മുഖപുസ്തകത്തിൽ ഗീതയുടെ കഥ വായിക്കുമ്പോൾ ശരിക്കും ഒരു വിഷ്വല്, ഒരു സിനിമ കാണുന്ന പ്രതീതി നമ്മുടെ ഉള്ളിൽ തോന്നും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഓരോ കഥകളും വായിക്കും. അതിൻ്റെ ഇടയിൽ എന്നെ ഒരു സംവിധായകൻ വിളിച്ചു, പേര് ഞാൻ പറയുന്നില്ല. പിന്നെ എന്നോട് പറഞ്ഞു, ഗീതേൻ്റെ ഫ്രണ്ടിലെ ഗീത നെന്മിനി, അവരുടെ നമ്പർ വേണം, എനിക്കൊന്ന് ഒരു സിനിമ ആക്കണമെന്നുണ്ട് അവരുടെ കഥ. ഭയങ്കര അഭിമാനം തോന്നുന്നു. എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഒന്ന് കൈയടിക്കട്ടെ അതിനു വേണ്ടിയിട്ട്. അടുത്ത വാക്കുകളായിട്ട് ജയശ്രീ അശോകനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചേച്ചിയുടെ ആദ്യത്തെ നോവലാണ് പരിണതി. അപ്പോൾ ഈ ടൈം വളരെ കുറവായിട്ട് എല്ലാവരോടും വായിക്കണം. നല്ല മനോഹരമായ ഒരു കഥയാണ്. അതുകൊണ്ട് എല്ലാവരും വായിക്കണം. എല്ലാവരും ചേച്ചിക്ക് ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ. ആശംസകൾ. കൂട്ടത്തിൽ ക്ഷണിക്കുകയാണ് നമ്മുടെ ഇളമുറ തമ്പുരാൻ. ആധുനിക കാലഘട്ടത്തിന്റെ പുത്രനാണ്. തീർച്ചയായിട്ടും മലയാളത്തെ സ്നേഹിക്കുന്ന കുട്ടി. 2 വാക്ക് ഇംഗ്ലീഷ്. തീർച്ചയായിട്ടും പെട്ടെന്നായിക്കോട്ടെ. Hello everyone. I'm so proud of Achma for releasing Parinati. She spent so much time and effort in it, and it fills me with gratitude and proudness. I really am grateful for having such a talented and wonderful Achma. Congrats Achma for the work. അച്ഛമ്മ മാത്രം മലയാളത്തിലായിരുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും മറുമൊഴിക്കായി. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 2 പുസ്തകങ്ങൾക്ക് ശേഷം, 2 സമാഹാരങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായി എഴുതിയ നോവലാണ് പരിണതി. അത് മുഗൾ കാലഘട്ടത്തിൽ നിന്നും രജപുത്താനയുടെ കുടിയേറ്റ കാലത്ത് ആ സമയത്ത് നിന്നും എഴുതിയിട്ടുള്ള ഒരു കഥയാണിത്. ആ കഥ എഴുതാനുണ്ടായ ഒരു കാരണം, ഞാൻ ആ സമയത്ത് അവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോഴുണ്ടായ ഒരു വിചിത്രമായ ഒരു അനുഭവം. ആ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ കഥാതന്തു യഥാർത്ഥത്തിൽ കിട്ടിയത്. അതായത് ചരിത്രം നമ്മളോട് ഒരിക്കലും സത്യസന്ധമായിട്ടല്ല ചരിത്രം നമ്മളെ പറഞ്ഞിട്ടുള്ളത്. ചരിത്രകാരന്മാരുടെ കണ്ടെത്താത്ത ദൂരത്താണ് യഥാർത്ഥത്തിലുള്ള ചരിത്രം മറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരിലുള്ള അധമവികാരങ്ങളെ ഒരുപാട് അമാനുഷികമായും അത്ഭുതകരമായും ദൈവികമായും ചിത്രീകരിച്ച് പാർവതീകരിച്ച കഥകളാണ് നമ്മൾ ചരിത്രം എന്ന പേരിൽ പഠിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് പരിണതി ഉണ്ടായിട്ടുള്ളത്.
ഈ പ്രബുദ്ധമായ സ്റ്റേജിൽ വെച്ച് ഇത് എനിക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടയാണ്. ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ സാർ എൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അദ്ദേഹത്തോട് അളവറ്റ നന്ദി പറയുന്നു. അതുപോലെ ഈ പുസ്തകം ആരാണ് ഏറ്റുവാങ്ങേണ്ടത് എന്നൊരു ചോദ്യം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു പേര് ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭർത്താവിൻ്റെ പേര്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. നന്ദി ഉള്ളേട്ട, നന്ദി. നമ്മുടെ സമയം അതിനുശേഷം ബാക്കി എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു. ചുറ്റുകൂടുന്ന എല്ലാ ആൾക്കാരോടും നന്ദി പറയുകയാണ്. എൻ്റെ ഇവിടെ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി, സ്നേഹം. തീർച്ചയായിട്ടും എന്തായാലും എത്രയും പെട്ടെന്ന് ഫോട്ടോ എടുത്ത്